എല്ലാവരും പെട്രോൾ വില വർധനവ് കണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഒരേ ഒരു കാര്യമുള്ളൂ. പ്യുവർ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും പല പോരായ്മകളും ഉണ്ട് കേട്ടോ. എൻ്റെ പല സുഹൃത്തുക്കളും യാതൊരുവിധ വിശ്വാസ്യതയും നോക്കാതെ വിലയും ഫീച്ചേഴ്സും മാത്രം കണ്ടുകൊണ്ട് ടാറ്റ EV എടുത്തോട്ടെ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ അത്തരം EVകളുടെ പോരായ്മകളെക്കുറിച്ച് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മികച്ച പരിഹാരം എന്താണ്? നിങ്ങളുടെ ബജറ്റ് കുറച്ചുകൂടെ ഉയർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ അടുത്ത ലെവലിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാം. അതാണ് PHEV അഥവാ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. MGയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യാസ് ഫസ്റ്റ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് MG ഹെക്ടർ ടോമഹോക്ക്. ഒരു SUV പവർഫുൾ ക്യാരക്ടറോട് കൂടി വരുന്ന ഈ വാഹനത്തിൻ്റെ അളവുകളിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. 4755 mm നീളവും 1860 mm വീതിയും 1770 mm ഉയരവുമുണ്ട്. ഈ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വലുപ്പമേറിയ വാഹനങ്ങളിൽ ഒന്നാണിത്. മനോഹരമായി പ്രകാശിക്കുന്ന MG ലോഗോ, ഫ്ലോട്ടിംഗ് ടേൺ ഇൻഡിക്കേറ്ററുകൾ, LED DRL ഒപ്പം ക്രോം ഫിനിഷോട് കൂടിയ ഹെഡ് ലാമ്പുകൾ, വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 18 ഇഞ്ച് പ്രിസിഷൻ കട്ട് റോഡർ അലോയ് വീലുകൾ, ശക്തമായ റൂഫ് റെയിലുകൾ, ടേൺ ഇൻഡിക്കേറ്ററുകളുള്ള ORVM, പിൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ LED ടൈൽ ലാമ്പുകൾ, റിയർ ഫോഗ് ലാമ്പ്, ഗ്ലാസ് ആൻറ്റിന, കൂടാതെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ എളുപ്പമുള്ള ഓട്ടോമാറ്റഡ് പവർ ടൈൽ ഗേറ്റ് എന്നിവയും ഇതിലുണ്ട്. ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ 2810 mm വീൽ ബേസ് നൽകുന്ന ആ ഒരു വലിയ സ്ഥലം കാരണം ഒരു വിമാനത്തിൻ്റെ കോക്പിറ്റ് പോലെ അതിവിശാലമായ അനുഭവമാണ് ക്യാബിൻ നമുക്ക് സമ്മാനിക്കുന്നത്. ഫ്ലോർ ഏരിയയുടെ 85% ഭാഗവും യാതൊരു തടസ്സവും ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും വിധമാണ് ഇതിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ 7 സീറ്ററായും 5 സീറ്ററായും 2 വേരിയൻറ്റുകളിലായിട്ടാണ് ഈ വാഹനം ലഭ്യമാക്കിയിരിക്കുന്നത്. 5 സീറ്റർ വേരിയൻറ്റിൽ 610 ലിറ്റർ വലിയ ബൂട്ട് സ്പേസ് ലഭിക്കുമ്പോൾ 7 സീറ്റർ വേരിയൻറ്റിലും നല്ല ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട് കേട്ടോ. അതായത് 528 ലിറ്റർ ബൂട്ട് സ്പേസ്. ഇൻറ്റീരിയറിൽ മനോഹരമായ ഡെസേർട്ട് സ്ക്വാഡൻ ഇൻറ്റീരിയർ തീമും 256 നിറങ്ങളിലുള്ള ആംബിയൻ ലൈറ്റിംഗ്, ഇൻഫിനിറ്റിയുടെ 10 സ്പീക്കർ പ്രീമിയം സൗണ്ട് സിസ്റ്റം എന്നിവ ഇതിൻ്റെ പ്രൗഢി കൂട്ടുന്നു. ഇനി കംഫർട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ, മെമ്മറി ഫംഗ്ഷനോട് കൂടിയ 6-വേ പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, അതുപോലെ തന്നെ 4-വേ അഡ്ജസ്റ്റബിൾ കോ ഡ്രൈവർ സീറ്റുകൾ, പിൻനിര യാത്രക്കാർക്കായി സൺഷെയ്ഡുകൾ, കൂടാതെ സ്ലൈഡ് ആൻഡ് റീക്ലൈൻ ചെയ്യാവുന്ന 60/40 സ്പ്ലിറ്റ് സീറ്റുകൾ, ഡ്രൈവറിനായി 22.35 സെൻറ്റിമീറ്റർ ഡിജിറ്റൽ ക്ലസ്റ്റർ, ഡാഷ്ബോർഡിലെ നടുവിലായി സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ 39.62 സെൻറ്റിമീറ്റർ നീളമുള്ള HD ഗ്രാൻഡ് വ്യൂ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു. ഇതിലാകട്ടെ 80-ലധികം കണക്റ്റഡ് ഫീച്ചറുകളുള്ള iSmart 3.0, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് ചാർജർ, കൂടാതെ സെഗ്മെൻറ്റിലെ തന്നെ ആദ്യമായിട്ടുള്ള ടച്ച് ജസ്റ്റർ കൺട്രോളുകളും ഇതിലുണ്ട്. ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്യുവർ ഇലക്ട്രിക് വാഹനം നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബാറ്ററി, അതിൻ്റെ ഒരു വിശ്വസ്തത എത്രമാത്രം നമുക്ക് എഫിഷ്യൻസി നൽകും, നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ട് എത്തുമോ, ഇനി ഭാവിയിൽ ഇതേ റേഞ്ച് കിട്ടുമോ, ദൂരെ യാത്രകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, റിമോട്ട് ഏരിയകളിലൊക്കെ ഈ വാഹനം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ സംശയമുള്ളവർക്ക് ഇതാ ഇന്ത്യയിൽ ആദ്യമായി പുതിയ ഒരു സാങ്കേതിക വിദ്യ. ഇലക്ട്രിക് വണ്ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇലക്ട്രിക് വണ്ടിയാണ്. പെട്രോൾ വണ്ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പെട്രോൾ വണ്ടി കൂടിയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇന്ധനവും നമ്മുടെ ഈ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് നിങ്ങളെ വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിൽ ചെന്നിട്ടോ നിങ്ങളെ വണ്ടി ബാറ്ററി ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്യുവർ ഇലക്ട്രിക് വണ്ടി പോലെ ഉപയോഗിക്കാനും പറ്റും. എന്നാൽ റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയസിലൊക്കെ നിങ്ങൾക്ക് പെട്രോൾ അടിച്ചിട്ട് അല്ലെങ്കിൽ അടുത്ത ചാർജിങ് സ്റ്റേഷനിലോട്ട് നിങ്ങൾക്ക് എത്തുന്നവരെയെങ്കിലും പെട്രോൾ അതിൽ നിറച്ചിട്ട് അങ്ങോട്ട് എത്താം. അങ്ങനെ ടോട്ടൽ കമ്പനി പറയുന്നത് 1100 കിലോമീറ്റർ റേഞ്ച് ഈ വണ്ടി കിട്ടും എന്നുള്ളതാണ് കേട്ടോ. 1.5 ലിറ്റർ ഡെഡിക്കേറ്റഡ് ഹൈബ്രിഡ് എൻജിൻ, അതിൽ 43.2% തെർമൽ എഫിഷ്യൻസി ഉള്ളതാണ്. പ്ലസ് 20.5 kW വരുന്ന ലിഥിയം ഫെറോഫോസ്ഫൈറ്റ് ബാറ്ററിയും ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഡെഡിക്കേറ്റഡ് ഹൈബ്രിഡ് ട്രാൻസ്മിഷനോട് കൂടിയ ഒരു വാഹനമാണിത്. ഈ വണ്ടിയുടെ ആകെ പവർ വരുന്നത് 148 kW ആണ്. 0 മുതൽ 100 വരെ വേഗത അച്ചീവ് ചെയ്യാൻ വെറും 9 സെക്കൻഡ് മാത്രം മതി. പ്രധാനമായും 4 ഡ്രൈവിംഗ് മോഡുകളാണ് ഉള്ളത്. അതും നമ്മൾ തന്നെ നിയന്ത്രിക്കണം എന്നുള്ളതൊന്നുമില്ല.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI നിയന്ത്രിതമാണ്. അതായത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമ്മൾ യൂസേജ് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ആ മോഡിലോട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും എന്നുള്ളതൊക്കെയാണ് MG വാഗ്ദാനം ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 4 മോഡ്സ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. പ്യുവർ EV മോഡ്, അതായത് അവിടെ ഇലക്ട്രിക് മോട്ടോർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് ഈ വണ്ടി പ്യുവർലി EV ആയിരിക്കും കേട്ടോ. സെക്കൻഡ് വരുന്നത് സീരീസ് മോഡ്. ഇതിൽ എൻജിന് ഇന്ധനം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് ആ മോട്ടോർ ആ ഇലക്ട്രിസിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് വണ്ടിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു സിസ്റ്റം. തേർഡ് വരുന്നത് പാരലൽ മോഡ്. ആ സമയം എൻജിനും മോട്ടോറും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പരമാവധി വണ്ടിക്ക് എങ്ങനെ കരുത്തു നൽകാം എന്നുള്ള ഒരു മോഡാണ് ഈ പാരലൽ മോഡ്. ലാസ്റ്റ് മോഡ് എൻജിൻ ഡയറക്റ്റ് മോഡാണ്. ഹൈവേകളിൽ കൺവേർഷൻ ലോസും മറ്റും ഇല്ലാതായിക്കൊണ്ട് എൻജിനിൽ നിന്നും നേരിട്ട് വീലുകളിലേക്ക് ഡ്രൈവ് നൽകുന്ന ആ ഒരു സിസ്റ്റമാണ്. നിങ്ങൾ ടൗൺ ടു ടൗൺ ഉപയോഗം മാത്രമായിട്ട് പോകുന്ന സമയത്ത്, വീട്ടിൽ നിന്നും ചാർജ് ചെയ്തൊരു പ്യുവർ ഇലക്ട്രിക് വാഹനമായി കൊണ്ടുപോകുന്ന സമയത്ത് ഇതിൻ്റെ റേഞ്ച് കിട്ടുന്നത് 115 കിലോമീറ്ററിലധികമാണ്. കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് പെട്രോളായിട്ടും ഇലക്ട്രിക്കും രണ്ടും കൂടെ നിങ്ങൾ ചേർന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് 1100 കിലോമീറ്ററിലധികം റേഞ്ച് കിട്ടുന്നു എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. നേരത്തെ പറഞ്ഞ ആ ഹൈബ്രിഡ് ടെക്നോളജി, ഒരു 4 മോഡൊക്കെ പറഞ്ഞല്ലോ, അതെല്ലാം കൂടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രൂപത്തിലൊക്കെ യൂസ് ചെയ്തിട്ട് ഈ വണ്ടി മുന്നോട്ട് നമ്മൾ നയിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഏകദേശം ഇതിൻ്റെ മൈലേജ് പറയുന്നത് ഇത്രയും വലിയൊരു വാഹനമായിട്ട് പോലും 22 മുതൽ 24 കിലോമീറ്റർ വരെ എഫിഷ്യൻസിയാണ് കമ്പനി പറയുന്നത്. ബാറ്ററി ആസ് എ സർവീസ്, അതായത് ബാറ്ററി ഒരു റെൻ്റൽ ബേസിൽ നിങ്ങൾ MGയുമായിട്ടൊരു കരാർ ഒപ്പിട്ട് ഈ വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 21.79 lakhs-നാണ്. അങ്ങനത്തെ കേസിൽ നിങ്ങൾ പെർ കിലോമീറ്റർ 3.2 rupees വെച്ച് MGയിലോട്ട് അടയ്ക്കേണ്ടി വരും. ബാറ്ററി ആസ് എ സർവീസ് അല്ലാതെ വാഹനം പൂർണ്ണമായി നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 25.69 lakhs ആണ്. അതിൻ്റെ ഫുൾ ഓപ്ഷനിലോട്ട് പോകുന്ന സമയത്ത് 27.79 lakhs ആവും. മറ്റുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ പോലെ തന്നെ ഇതിലുള്ള 20.7 കിലോവാട്ട് വരുന്ന LFP ബാറ്ററിക്ക് കമ്പനി ലൈഫ് ടൈം വാറണ്ടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. വാഹനത്തിന് 3 വർഷത്തെ വെഹിക്കിൾ സ്റ്റാൻഡേർഡ് വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസും നൽകിയിട്ടുണ്ട്. അതിന് പുറമെ 2 വർഷം വരെ ഈ വാഹനത്തിന് ലേബർ കോസ്റ്റ് ഫ്രീ ആയിരിക്കും സർവീസിൽ. ഇതേ വാഹനത്തിൻ്റെ ഒരു പ്യുവർ ഇലക്ട്രിക് വേർഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതിൻ്റെ പ്യുവർ ഇലക്ട്രിക് വേർഷനും അവൈലബിൾ ആണ്. LFP ബാറ്ററി ടെക്നോളജിയോട് കൂടി വരുന്ന 69.2 കിലോവാട്ട് വരുന്ന വലിയ ഒരു ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. മികച്ച താപനില സ്ഥിരതയുള്ള മെറ്റീരിയലുകൾ, സെറാമിക് ഇൻസുലേഷൻ, കൂടാതെ കഠിനമായ സുരക്ഷാ പരിശോധനകൾ, തീ പിടിക്കാതിരിക്കാൻ വേണ്ടി സൂചി തുളച്ചു കയറുന്ന പരീക്ഷണം, തെർമൽ ഷോക്ക് ടെസ്റ്റുകൾ, 2000-ലധികം ബെഞ്ച് ലെവൽ ടെസ്റ്റുകൾ നടത്തിയാണ് ഈ ബാറ്ററി ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഒറ്റ ചാർജിൽ 517 കിലോമീറ്റർ IDC റേഞ്ച് ഇതിലൂടെ ലഭിക്കും. 150 കിലോവാട്ട് പവറും 310 Nm ടോർഗും നൽകുന്ന പെർമനൻറ്റ് മാഗ്നൈസ് സിങ്ക്രണൈസ് മോട്ടറാണ് ഇതിലുള്ളത്. 0 നിന്നും 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും 8.2 സെക്കൻഡ് മാത്രം മതി. 90 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജിംഗ് ഉപയോഗിച്ച് 30% മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ വെറും 35 മിനിറ്റ് ധാരാളമാണ്. ഒപ്പം 7.4 കിലോവാട്ട് AC ഹോം ചാർജിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. വെഹിക്കിൾ ടു ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും ഈ വാഹനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ വാഹനം വീട്ടിൽ നിർത്തിയിടുന്ന സമയത്ത് വീട്ടിലുള്ള പവർ കട്ടോ അങ്ങനത്തെ സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഉപയോഗിച്ചിട്ട് വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിസിറ്റി ഉപകരണങ്ങളും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണിത്. സുരക്ഷയുടെ കാര്യത്തിലും MG ഒട്ടും വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. 360 ഡിഗ്രി HD ക്യാമറ, ട്രാൻസ്പെറൻറ്റ് ഷാസി വ്യൂവേഴ്സോട് കൂടിയത്, അതായത് താഴ്ഭാഗമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും. അതിന് പുറമെ കരുത്തുറ്റ ഹൈ ടെൻസൈൽ സ്റ്റീൽ ബോഡി ഘടന, ESP ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ABS വിത്ത് EBD, കൂടാതെ 11 അഡ്വാൻസ്ഡ് ഫീച്ചറുകളുള്ള ലെവൽ 2 ADAS. ഈ പ്യുവർ ഇലക്ട്രിക് ടോമഹോക്കാണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആസ് എ ബാറ്ററി സർവീസ് കൂടിയായിട്ട് നിങ്ങൾ MGയുമായിട്ട് എഗ്രിമെൻറ്റ് ഒപ്പിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് വരുന്നത് 13.99 lakhs-നാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് നിങ്ങൾ ഒരു കിലോമീറ്ററിന് 4.9 rupees വെച്ച് MGയിലോട്ട് അടയ്ക്കേണ്ടി വരും. പൂർണ്ണമായും നിങ്ങൾ ഈ വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ 19.49 lakhs-നാണ് ഇതിൻ്റെ പ്യുവർ ഇലക്ട്രിക്കിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് അഥവാ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ 23.49 lakhs-ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്.
ഈ വാഹനത്തിൻ്റെ ഹൈ വോൾട്ടേജ് ബാറ്ററിക്കും ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി തന്നെയാണ് കമ്പനി നൽകുന്നത്. കൂടാതെ 3 വർഷത്തെ വാഹന വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റൻസും 2 വർഷത്തെ ലാബ് ഫ്രീ സർവീസും ലഭ്യമാണ്. ഈ 2 വണ്ടിയുടെയും ബുക്കിംഗ് MGയുടെ എല്ലാ ഷോറൂമുകളിലും ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സെപ്റ്റംബർ മുതൽ ഒരു ഡിസംബർ നവംബർ ആ സമയങ്ങളിലൊക്കെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഭാവിയിൽ ഇലക്ട്രിക് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് തരം ഇലക്ട്രിക് വാഹനമായിരിക്കും എടുക്കുക? ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിൾ ആയിരിക്കുമോ അതോ പ്യുവർ ഇലക്ട്രിക് തന്നെ എടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ബട്ടനൊക്കെ അടിച്ച് ഒന്ന് വീഡിയോ വൈറലാക്കി തരിക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ ഐ എം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.